ഹലോ ഗൈസ്, ഇവിടുത്തെ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ 2-3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് കാണുന്നത് അല്ലേ. എനിക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ട് സമയമില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ പയറൊക്കെ വള്ളി വീശി വരുന്നുണ്ട്. അപ്പം ഞാൻ കരുതി ഇതുണ്ടോ, ഇവിടെ അത്യാവശ്യം വെയിലൊക്കെ ഇടുന്ന ഏരിയയാണ്. അപ്പം നമുക്ക് അതിനൊരു നെറ്റൊക്കെ കെട്ടി കൊടുക്കാം, അതിന് കയറാൻ പാകത്തിന്. പിന്നെ നമ്മളുടെ ഗാർഡൻ ഒന്ന്, അതായത് വെജിറ്റബിൾ ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്യും. ഇപ്പം അത്യാവശ്യം ഞാൻ ഓൾമോസ്റ്റ് കുറേ സാധനങ്ങളൊക്കെ ഗ്രോ ബാഗിൽ വെച്ചു, ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ടു. കുക്കുംബർ നട്ടു, വെണ്ട നട്ടു, അങ്ങനെ അത്യാവശ്യമൊക്കെ ഗ്രോ ബാഗിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാം പല പല സ്ഥലത്തായിട്ട് ഇരിക്കുന്നതിൽ നല്ലത് ഒരു ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാനും വളം ഇടാനും ഒക്കെ എളുപ്പമല്ലേ. അപ്പം ഞാൻ കരുതി അങ്ങനെ ഒരു ഏരിയ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു, ഒരു ഓർഡർ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് എങ്ങനെയാണെന്ന് കണ്ടാലോ? ഞാനപ്പോഴത്തേക്കും ചെയ്തതെന്ന് പറഞ്ഞാൽ നെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു നിങ്ങൾക്ക് എങ്ങനെ വരും, നമ്മളുടെ ഗ്രോ ബാഗ് നമ്മുടെ കയ്യിൽ എത്രയുണ്ടോ പയർ, അതിനനുസരിച്ച് ഞാനിപ്പോൾ ഇങ്ങനെ സ്ലൈഡിങ് പൊസിഷനിൽ നെറ്റ് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. പൊക്കത്തേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് കെട്ടിയാൽ നമുക്കത് വളർന്നു വരുമ്പോഴത്തേക്കും ഇങ്ങനെ വെയിറ്റ് കാരണം താഴത്തേക്ക് തൂങ്ങുമല്ലോ. ഇതാകുമ്പോൾ ആ ഇഷ്യൂ ഇല്ല. പിന്നെ നമ്മൾ കുറച്ച് അകലത്തിൽ പയർ വെക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെ. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി ബെനിഫിഷ്യലാണ്. ഒരു റോയും കൂടെ ഇപ്പോഴത്തെ സൈഡിലേക്ക്, ഇപ്പോൾ 2 കമ്പ് നാട്ടി ഒരു റോയും കൂടി ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേണമെങ്കിലും കയറ്റി വിടാം. അപ്പം നമുക്ക് കുറച്ച് സ്ഥലം മതി, കൂടുതൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഗ്രോ ബാഗ് നമ്മൾ ഡയറക്റ്റ് നിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം വേഗം ദ്രവിച്ചു പോകും. എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്രോ ബാഗിന് അവർ പറഞ്ഞത് 5 year വാറണ്ടി ഉണ്ടെന്നാണ്. പക്ഷേ എന്നാൽ പോലും ഒരു റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഡയറക്റ്റ് വെച്ച് കൊടുത്തില്ല. ഞാൻ ചിരട്ട വെച്ചിട്ട് അതിൻ്റെ പൊക്കത്തിലേക്കാണ് ഗ്രോ ബാഗ് എല്ലാം വെച്ച് കൊടുത്തത്. ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറച്ച് അടുത്താണ്. അപ്പോൾ എനിക്ക് നെറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം മാറ്റാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എല്ലാത്തിനും ഞാൻ ശരിക്കും കഴിഞ്ഞ ഒരു 2 ദിവസം മുന്നേ കുറച്ച് എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്നിട്ട് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചു. ഇനിയിപ്പോൾ അടുത്തത് നമുക്കിതിന് ഇനി സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ട സമയമായി വരുന്നു. കാരണം പയർ കയറി വരുന്ന സമയമാണല്ലോ. അപ്പം പിന്നെ എല്ലാം ഒന്ന് ഓർഡർ ചെയ്തതിന് ശേഷം എല്ലാത്തിനും കൂടെ വളമിട്ട് കൊടുക്കാം എന്നൊരു ധാരണയിലായിരുന്നു. ഞാനാണെങ്കിൽ ഒരു കമ്പോസ്റ്റിൻ്റെ സീരീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ലിക്വിഡ് കമ്പോസ്റ്റും പലതരത്തിലുള്ള മാനറിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അറിയാമല്ലോ. നമുക്ക് ലിക്വിഡ് കമ്പോസ്റ്റ് ഉണ്ട്, അല്ലാതെ നമ്മളല്ലാത്ത കമ്പോസ്റ്റായിട്ട് വെർമി കമ്പോസ്റ്റും കൊയർ കമ്പോസ്റ്റും അങ്ങനെ പലതരത്തിലുള്ള കമ്പോസ്റ്റുകളും യൂസ് ചെയ്യാം. പിന്നെ ചാണകപ്പൊടി അങ്ങനെ കൊടുക്കാം, പൗഡർ ഫോമിൽ കൊടുക്കാം. അതല്ലാതെ നമ്മൾ ട്രൈക്കോഡർമയും സ്യൂഡോമോണാസും ഒക്കെ പ്ലാന്റ് ഹെൽത്ത് കൂട്ടാനും അതുപോലെ അതിൻ്റെ റെസിസ്റ്റൻസ് കിട്ടാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. എൻ്റെ അടുക്ക് 2-3 റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ട്രൈക്കോഡർമയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി. ഉടനെ തന്നെ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതുണ്ടോ, അപ്പം നമ്മുടെ പയറൊക്കെ ഇങ്ങനെ വള്ളി വീശി വരികയാണ്. ഇതിലേക്ക് കയറ്റി വിടണം കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം നെറ്റൊക്കെ കെട്ടിക്കൊടുത്തത്. അപ്പം ഞാൻ ചിരട്ട വെച്ചിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അടുത്തടുത്ത, ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പേ ആയിട്ടുള്ളൂ. പയർ മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ, അതിനുള്ള സമയമുള്ളൂ. ഇനി ബാക്കി നമ്മളുടെ മുളകും വെണ്ടയും തക്കാളിയും ഒക്കെ അറേഞ്ച് ചെയ്യാൻ കിടക്കുകയാണ്. അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.